വിലക്ക് നിലനിൽക്കുമ്പോഴും കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾക്ക് വിരാമമില്ല. വി.ഡി. സതീശനെ എതിർത്തും അനുകൂലിച്ചും വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ. ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ചെന്നിത്തലയെക്കുറിച്ചുള്ള ഫീച്ചർ പ്രസിദ്ധീകരിച്ചതിൽ തിരുവനന്തപുരം ഡി.സി.സി ജനറൽ സെക്രട്ടറിക്ക് കെ.പി.സി.സി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. മുഖ്യമന്ത്രി തർക്കത്തിൽ വി.ഡി. സതീശനെ പിന്തുണയ്ക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഫ്ലെക്സ് യുദ്ധത്തിലേക്ക് വഴിമാറുകയാണ്. വി.ഡി. സതീശനെ അനുകൂലിച്ച് മലപ്പുറത്തും എതിർത്ത് എറണാകുളത്തുമാണ് ഇന്ന് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. മലപ്പുറം വണ്ടൂരിലും തവന്നൂരിലും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്ന പേരിലാണ് ഫ്ലെക്സ്. എറണാകുളം ഡി.സി.സി ഓഫീസിന് മുന്നിലും കളമശ്ശേരിയിലുമാണ് സതീശനെതിരായ ഫ്ലെക്സുകൾ. സതീശന്റെ PR പണി അവസാനിപ്പിക്കണമെന്നും ചെന്നിത്തലയെ താറടിച്ച് കാണിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്നും ഫ്ലെക്സ് ബോർഡിൽ പറയുന്നു. ഇതിനിടെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ചെന്നിത്തലയെ പുകഴ്ത്തി പ്രസിദ്ധീകരിച്ച ഫീച്ചറുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ഡി.സി.സി ജനറൽ സെക്രട്ടറി എ. പ്രജിൻ ബാബുവിന് കെ.പി.സി.സി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പത്രത്തിന്റെ കേരളം ഡൽഹി എഡിഷനുകളിൽ പെയ്ഡ് ഫീച്ചർ പ്രസിദ്ധീകരിച്ചത്. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഫീച്ചർ എന്നായിരുന്നു ചെന്നിത്തല കെ.പി.സി.സിക്ക് നൽകിയ വിശദീകരണം. പിന്നാലെയാണ് കാരണം കാണിക്കൽ നോട്ടീസ്. രമേശ് തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം പോലും ഉൾക്കൊള്ളാത്ത, അല്ലെങ്കിൽ അദ്ദേഹം പോലും അനുകൂലിക്കാത്ത, അദ്ദേഹം പോലും അക്സെപ്റ്റ് ചെയ്യാത്ത, അദ്ദേഹത്തിന് വളരെ എതിർപ്പും പ്രതിഷേധമുള്ള ഒരു നടപടി ആര് ചെയ്താലും അത് ചോദിക്കണ്ടേ? ആ നിലയ്ക്കാണ്. അതിനിടെ മുഖ്യമന്ത്രി തർക്കത്തിൽ വി.ഡി. സതീശനെ പിന്തുണയ്ക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാക്കൾക്കിടയിൽ ധാരണയായി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ അംഗീകരിക്കണമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. നേരത്തെ മുസ്ലിം ലീഗും വി.ഡി. സതീശനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. മീഡിയ 1 തിരുവനന്തപുരം.